നമസ്കാരം. 10th പ്രിലിംസിന് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. 2. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. 3. 1947 ആഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 4. സാരനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. ഓപ്ഷൻസ്: എ 1, 3 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 1, 4 മാത്രം. അപ്പോൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയ ചിഹ്നം. സത്യമേവ ജയതേ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്. അത് മുണ്ടകോപനിഷത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പിന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 1947 ആഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതായത് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം, നിലവിൽ വന്ന ദിവസമാണ് ദേശീയ ചിഹ്നവും നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം വന്നിരിക്കുന്നത്. പ്രസ്താവന 3 തെറ്റ്. ഓപ്ഷൻ സി 3 മാത്രമാണ് ശരി ഉത്തരം. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ദീനാനാഥ് ഭാർഗവയാണ്. ദീനനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ദേശീയ മുദ്ര സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബുദ്ധമത പ്രചാരണാർത്ഥം അശോക ചക്രവർത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ശിലാസ്തംഭമാണ് അശോക സ്തംഭം. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന ആകെ മൃഗങ്ങളുടെ എണ്ണം 8. അതായത് 5 സിംഹം, 1 ആന, 1 കുതിര, 1 കാള. മൃഗങ്ങളെ കൂടാതെ 4 ധർമ്മചക്രങ്ങളും ഇതിലുണ്ട്. അശോക ചക്രത്തിൻ്റെ ഇടതുഭാഗത്ത് കുതിരയും വലതുഭാഗത്ത് കാളയും കാണപ്പെടുന്നു. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ന വാക്യം ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് സ്വീകരിച്ചിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിർദ്ദേശപ്രകാരമാണ് അശോക സ്തംഭത്തിൽ നിന്ന് അശോക ചക്രം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ചിഹ്നമായും അഗ്രഭാഗത്തുള്ള ശില്പം ഇന്ത്യയുടെ ദേശീയ മുദ്രയായും സ്വീകരിച്ചത്. ഇന്ത്യയുടെ എഴുത്തുകളിൽ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ മുകളിൽ, കറൻസി നോട്ടുകളിൽ, ഇന്ത്യൻ പാസ്പോർട്ട് ഇവയിലെല്ലാം ദേശീയ മുദ്ര അച്ചടിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ പുറത്തിറക്കിയ 2ാമത്തെ തപാൽ സ്റ്റാമ്പിൽ അശോക സ്തംഭത്തിൻ്റെ ചിത്രം അച്ചടിച്ചിരിക്കുന്നു. ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം 2005. ദേശീയ ചിഹ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിംസിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കി വയ്ക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.